നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമാക്കൽ. അതായത് 10-ാം തീയതി എന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചവർക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം 10-ാം തീയതി പോസ്റ്റ് ഓഫീസ് മുടക്കായിരുന്നു. എന്താണ് മഹാവീർ ജയന്തി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസ് സെൻട്രൽ ഗവൺമെന്റിന്റെ മുടക്കായതുകൊണ്ട് പോസ്റ്റ് ഓഫീസ് അവധിയായിരുന്നു. അപ്പൊ 10-ാം തീയതി മേടിച്ചവരുടെ എല്ലാ പ്രോഡക്റ്റും 11-ാം തീയതി ഞാൻ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ 11-ാം തീയതിക്ക് ശേഷം പിന്നെ 12-ാം തീയതി ഒരു ദിവസമാണ് വർക്കിംഗ് ഡേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇനി വീണ്ടും സൺഡേയും മൺഡേയും അവധിയാണ് 2 ദിവസം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് സാധനങ്ങൾ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ബാഗിന്റെ വീഡിയോസ് കാണാം. ഫസ്റ്റ് കാണിക്കുന്ന ബാഗ് കിഷ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബാഗാണ്. ഇതെവിടെ എഴുതിയേക്കണത് കണ്ടോ? അതുപോലെ തന്നെ ഇതിന്റെ അടിവശത്ത് കണ്ടോ? ഇതുപോലെ കിഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇത്. ഒരു കൗഡൻ ഗ്രീൻ കളറാണ്. നല്ലൊരു പച്ചയാണ് കേട്ടോ. കൗഡങ്ങിന്റെ തന്നെ കുറച്ച് ഡാർക്കാണ്. നല്ലൊരു പച്ചയാണ് ഇത് കളർ വരുന്നത്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ ബാക്ക് സൈഡില് ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. സിബും പോക്കറ്റും. പിന്നെ അത് കൂടാതെ ഇതിന് നീളത്തിൽ ഇടാൻ പറ്റിയ സ്ലിംഗ് ഇല്ല കേട്ടോ. ഇങ്ങനെ ഓഫീസ് ജോലിക്ക് അല്ലെങ്കിൽ ഒരു യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതുപോലെ ഷോൾഡറിൽ ഇടുന്ന ഇത്രയ്ക്ക് നീളം ഉണ്ടാവുള്ളൂ. ഒരുപാട് ലെങ്ത്തിന് നീണ്ടു കിടക്കാൻ വേണ്ടിയുള്ള അങ്ങനത്തെ സ്ലിംഗ് ഇതിനില്ല. ഈ ബാഗിന് ഇത് മാത്രമേ ഉള്ളൂ പിടുത്തം വരുന്നത്. ഇതിന്റെ ഉള്ളില് 3 കള്ളിയാണ് കണ്ടോ. ഇത് സിബിട്ടൊരു പോക്കറ്റ്, ഇപ്പുറത്തും ഒരു സിബിട്ട പോക്കറ്റ് ഉണ്ട്. ഇനി ഇതിന്റെ സെന്ററിൽ വേറൊരു വലിയ കള്ളി സിബിട്ടത്. അപ്പൊ ഇത്രയ്ക്ക് മാത്രം സാധനങ്ങള് കണ്ടോ. ഇത്ര വലിയ അറയാണ്. ഇതിന്റെ ഒരു വശത്ത് സിബിട്ട പോക്കറ്റ് ഉണ്ട്, ഇപ്പുറത്ത് വേറൊരു പോക്കറ്റ് ഉണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. ഈ സെന്ററിലെ കള്ളി കൂടാതെ ഇപ്പുറത്തെ കള്ളിയും ഇത്രയ്ക്ക് വീതിയുണ്ട്. നമുക്ക് എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ ഒരു 2 ജോഡി ഡ്രസ്സ് വെക്കാനും അതല്ല ഓഫീസിൽ പോകുമ്പോൾ ഫയലുകൾ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1030 ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ. കണ്ടോ, അതിനാണ് ഞാനിങ്ങനെ പിടിച്ചു കാണിക്കുന്നത്. ഇപ്പൊ ആദ്യം കാണിച്ച് ഈ കളർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അല്ല, പക്ഷെ കൗഡങ്ങിന്റെ ഡാർക്ക് ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡാണ്. ഫസ്റ്റ് വരുന്നത് ഈ ഷെയ്ഡ്, പിന്നെ വരുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്, പിന്നെ വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡ്. ഇത് ആകെ 5 പീസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. നല്ല ബാഗുകളാണെന്ന് തോന്നിയപ്പോഴാണ് ഇത് എടുത്തിട്ട് വന്നത്. അപ്പോ ഇങ്ങനെ 3 ഷെയ്ഡുകളാണ് ഈ ബാഗുകളിൽ ഉള്ളത്. ബാഗ് വന്നിരിക്കുന്നത് ഇത് ഞാൻ മുമ്പ് ഒരു മാസം മുമ്പ് 1-2 പ്രാവശ്യം ഞാൻ ഇങ്ങനത്തെ ബാഗുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾക്കൊരു കുട്ടി ബാഗായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിന് ചെറിയൊരു ഹാൻഡിൽ നമുക്ക് ഇങ്ങനെ പിടിക്കാം. അപ്പൊ ഇതിന്റെ കളർ എന്താന്ന് വെച്ചാൽ ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഒക്കെ തന്നെ ഷെയ്ഡ് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കണമെങ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവാം. അതല്ല ഇതിന്റെ 2 സൈഡിലും വലിയ സ്ലിംഗ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ നീളത്തിൽ ഇടേണ്ടവർക്ക് അങ്ങനെയായാലും ഇടാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളത് ഒരു ഞൊറി പോലെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന ഒരു കുട്ടി ബാഗാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ സെന്ററിലാണ് ഒരു സിബുള്ള പോക്കറ്റ് വന്നിരിക്കുന്നത്. നീളത്തിലിടാനുള്ള സ്ലിംഗ് ആണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇതിന്റെ സെന്ററിൽ ഒരു സിബും പോക്കറ്റും, അതിനുശേഷം അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളി. കണ്ടോ, ഇതില് 3 ഫോൾഡ് ഇടാൻ പറ്റുമെന്ന് സംശയമാണ് കേട്ടോ. 5 ഫോൾഡ് ഈസി ആയിട്ട് ഇടാം. കണ്ണാടിക്കൂട്, ബാങ്കിന്റെ പാസ്ബുക്ക്, അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളാണ് ഇതിൽ ഇടാൻ പറ്റുന്നത്. ഒരുപാട് വലിപ്പമുള്ള സാധനങ്ങൾ ഇതിൽ ഇടാൻ പറ്റില്ല. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 595, 595. ഇപ്പൊ ഞാൻ കാണിച്ച കളർ എന്ന് പറയുന്നത് എന്റെ ചുരിദാറിന്റെ കളർ തന്നെ. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന കളർ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ചെറുപയർ പച്ചയുടെ ഗ്രീൻ ആണത്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ഷാമ്പയിൻ പിങ്ക് ആണ്. പിന്നെ വന്നിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. പിന്നെ വന്നിരിക്കുന്ന ഷെയ്ഡ് നല്ലൊരു ഗ്രേ ഷെയ്ഡ്. ഗ്രേന്ന് നമുക്ക് 100% ഇത് ഗ്രേ അല്ല. ഇതില് ഈ പറയുന്നത് പോലെ ഒരു ലാവൻഡറിന്റെ ഒരു ചെറിയൊരു ടിന്റ് കൂടി കയറി വന്നിരിക്കുന്ന നല്ലൊരു ഷെയ്ഡാണ്. അപ്പൊ ഇത്രയും ബാഗുകളാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 595, 595. ഇത് അംബിക ബ്രാൻഡിന്റെ ബാഗാണ്. ഇതൊരു കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ്. ഇതുപോലെ നീളത്തിൽ നമുക്ക് ഷോൾഡറിൽ ഇടാൻ പറ്റുന്ന ബാഗ്. ഇത് ഒരു 2 സ്റ്റെപ്പാണ്. കണ്ടോ, ഇതിന്റെ അടിവശം നോക്ക്. ഇത് ഒരു പോർഷൻ, ഇതൊരു പോർഷൻ. അപ്പൊ ഈ വലിയ പോർഷനോട് ഒരു ചെറിയ പോർഷൻ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് ഇതിന്റെ അപ്പിയറൻസ് കാണുമ്പോൾ. ഇത് ഫ്രണ്ട് സൈഡ് ആണ് ഇതുപോലെ ഡിസൈൻ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിൽ വരുമ്പോ ഒരു സിബും പോക്കറ്റും ആണ് ബാക്ക് സൈഡില്. പിന്നെ
ഇതിന്റെ ഒരു കള്ളി തുറന്നു കഴിയുമ്പോൾ ഇതിലും നമുക്ക് 3 ഫോൾഡിന്റെ കുട ഇടാൻ പറ്റില്ല കേട്ടോ. 5 ഫോൾഡിന്റെ കുടയാണ് ഇതിൽ ഇടാൻ പറ്റുള്ളൂ. ഒരു കള്ളി വലിയ കള്ളി തുറക്കുമ്പോൾ ഇതിൽ ഇത്രയ്ക്ക് സ്പേസ് ആണ് ഉള്ളത്. ഇതിൽ നമുക്ക് കണ്ണാടിക്കൂട്, ചെറിയ വെള്ളം കുപ്പി എന്ന് പറഞ്ഞാൽ 500 ml വെള്ളം കുപ്പി കൊള്ളില്ല. ഒരു 350 ml ഒക്കെ വെള്ളം കുപ്പിയാണ് ഇതിൽ കൊള്ളുള്ളൂ. പിന്നെ ഇപ്പുറത്ത് നമുക്ക് മൊബൈൽ വെക്കാനും പൈസ വെക്കാനും ഒക്കെ ആയിട്ട് വേറൊരു കള്ളി. കണ്ടോ, ഇങ്ങനെ 2 കള്ളികളാണ് ഈ ബാഗിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ നല്ല നല്ല ബാഗുകളാണ്. അംബിക എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബാഗാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യം കാണിക്കുന്നത് ഒരു നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 750. ഇനി ഇതിൽ വന്നിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ടെർക്കോയിഷ് ബ്ലൂ കളറാണ്. സ്പെസിഫിക്കേഷൻ എല്ലാം സെയിം തന്നെ, ഇതിന്റെ കളർ മാത്രമാണ് വ്യത്യാസമുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് നല്ലൊരു ഇംഗ്ലീഷ് കളറാണ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ്. അപ്പൊ ഇങ്ങനെ 4 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 750. പറയുന്നത് ലഞ്ച് കൊണ്ടുപോകാനുള്ള ഒരു ബോക്സ് ആയിരുന്നു. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് കാണിച്ചപ്പോ ഒരുപാട് പേര് വീണ്ടും വീണ്ടും ഇത് ചോദിച്ചു. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ വീണ്ടും കുറച്ച് കിട്ടിയത് കൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഫസ്റ്റ് വരുന്ന ഇതിലിപ്പോ ഞാൻ പേപ്പർ ഒന്നും വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചിളങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ അലുമിനിയം ഫോയിലിന്റെ കോട്ടിംഗ് ഉള്ളതാണ്. ഇതിൽ തണുപ്പാണ് വെച്ചിരിക്കണമെങ്കിൽ തണുപ്പ് തന്നെ ഇരിക്കും ഒരു 4-5 മണിക്കൂർ വരെ. ചൂടുള്ളതാണെങ്കിൽ അതുപോലെ തന്നെ ചൂടും നിലനിൽക്കും. അപ്പോ ആദ്യത്തെ ടിഫിൻ ബോക്സിന്റെ ആദ്യത്തെ ടിഫിൻ കാരിയറിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ഇതുപോലെ പിടിക്കാം. പിന്നെ ഇതൊക്കെ വാട്ടർ പ്രൂഫാണ്, ഈ മെറ്റീരിയൽ വാട്ടർ പ്രൂഫാണ്. അപ്പോ ആദ്യത്തത് ഇതുപോലെയാണ് ഷേപ്പ് വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 320. ഇനി ഇപ്പൊ കാണിച്ചത് ഒരു ബ്ലൂ ആണ്. ഇനി ഇതിന്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഉള്ളത് ഇതുപോലെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. പിന്നത്തെ ഒരു ഷെയ്ഡ് വരുന്നത് വേറൊരു റോയൽ ബ്ലൂ. അപ്പൊ ഇങ്ങനെ 3 ഷെയ്ഡിലാണ് ഈ ഡിസൈനിലുള്ളത്, ഈ പാറ്റേണിലുള്ളത് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 320. ടിഫിൻ ബോക്സ് കാരിയർ ഇതാണ് ഷേപ്പ് കണ്ടോ. ഇതോടെ ഞാൻ ഉള്ളില് ഇത് പേപ്പറുകളൊന്നും ഇതിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇത്രയ്ക്ക് സ്പേസ് ആണ് ഇതിന്റെ അടിഭാഗത്തുള്ളത്. പിന്നെ ഇതിന്റെ പുറമെ തന്നെ ഒരു സിബ് ഉണ്ട്. ഇനി എന്തെങ്കിലും ഇതിൽ വെക്കാനുണ്ടെങ്കിൽ ഇതിവിടെ ഒരു സിബ് ഉണ്ട്. പിന്നത്തത് ഈ സെന്ററിലുള്ള സിബ്. ഇപ്പൊ ഞാൻ തുറന്നു സിബ് അടച്ചു കഴിഞ്ഞ് ഇങ്ങനെ മുകളിലാണ് ഈ സിബിന്റെ കവറിങ് വരുന്നത്. എന്നിട്ട് ഇത് തുറന്നു കഴിയുമ്പോ ഇത്രയ്ക്ക് സ്പേസ് അതിന്റെ ഉള്ളിലുണ്ട് കണ്ടോ. ഇത്രയും സ്പേസ് ഇതിന്റെ ഉള്ളിലുണ്ട്. ആരോ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചായിരുന്നു 2 ലഞ്ച് ബോക്സ് വെക്കാൻ പറ്റുമെന്ന്. 2 ലഞ്ച് ബോക്സ് ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഔട്ട്ലുക്ക് വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 350. ഇപ്പൊ ഞാൻ കാണിച്ചത് ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഗ്രേയും ഗ്രീനും കൂടി ഒരു കോമ്പിനേഷൻ ആണ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ്. ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഈ പാറ്റേണിലുള്ള ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 350. അതിന്റെ ഷേപ്പ് ഇതുപോലെയാണ്. ഇത് ഒരു റെക്ടാങ്കിൾ പോലെയാണ് ഇതിന്റെ ഷേപ്പ്. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ മുകളിലത്തെ ഇതുപോലെ മുകളിലാണ് ഇതിന്റെ പാക്കിങ് സിബ് വന്നിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ ഇത് കണ്ടോ. ഇതിലും 2 ടിഫിൻ ബോക്സ് വെക്കാൻ പറ്റുന്ന കാരിയർ ആണ്. ഇതിന്റെ അടിവശം കണ്ടോ, ഇത്രയ്ക്ക് സ്പേസ് ഇതിന്റെ അടിവശം ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇതിന്റെ സൈഡിൽ ചെറിയൊരു പോക്കറ്റ് വേറെയുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ പിടിക്കാം. ഇതിന്റെ വള്ളി ഇതുപോലെയാണ്, ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഈ ടിഫിൻ കാരിയറിന്റെ എല്ലാത്തിന്റെയും ഉള്ളില് അലുമിനിയം ഫോയിൽ ഉള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 350, 350. അപ്പൊ ആദ്യം കാണിച്ചത് ഈ ബ്ലൂ ആണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ. ഇങ്ങനെ 2 ഷെയ്ഡുകളിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ മെറ്റീരിയൽ എല്ലാം വാട്ടർ പ്രൂഫ് ആണ്. അപ്പൊ ഇതിന്റെ 3 ടൈപ്പ് ആയിരുന്നു ഞാൻ കാണിച്ചത്. അപ്പോ അതിൽ 2 എണ്ണത്തിന്റെ വില വരുന്നത് 350, വേറെ ഒരെണ്ണത്തിന്റെ വില 320. അടുത്തത് ഒരു ഫാൻസി ബാഗാണ്. ഇപ്പൊ യൂത്ത് കുട്ടികൾക്കോ അതല്ല യൂത്ത് എന്നൊന്നുമില്ല, ഇപ്പൊ വലിയവർക്കും നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോകണം എന്നുണ്ടെങ്കിൽ ഒരു മൊബൈലും വേറെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ കണ്ണാടിക്കൂടെ അങ്ങനെയൊക്കെ ഉള്ളത് മാത്രം വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഈ ടൈപ്പ് ബാഗിന്റെ ഒരു വേറൊരു മോഡല് ഞാൻ കുറെ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പൊ വേറെ ഒരു പുതിയൊരു മോഡൽ കിട്ടിയതാണ്. ഇതിന്റെ ഷേപ്പ് വരുന്നത് ഇതുപോലെയാണ് കണ്ടോ. ഇത്
ഒരു കള്ളിയാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഇപ്പൊ നീളം കൂടിയ സ്മാർട്ട് ഫോൺ ആണെങ്കിലും അതും വെക്കാൻ പറ്റും. കണ്ണാടി കൂടെ എല്ലാ സാധനങ്ങളും നമുക്ക് വെക്കാം. ഇതിന്റെ സ്ലിങ് ഇങ്ങനെയാണ്. ഇതുപോലെ ഷോൾഡറിൽ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇത് ഫാൻസി ആയിട്ട് ഉപയോഗിക്കുന്ന ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 350. ഇനി എല്ലാത്തിലും ഇങ്ങനെ ഡിഫറെന്റ് ആയിക്കോട്ടോ. ഇപ്പൊ ഇതിലത്തെ ഡിസൈൻ കണ്ടോ, ഇതുപോലെയാണ്. പക്ഷെ അടുത്തടുത്ത ഡിസൈൻ കണ്ടോ, അങ്ങനെ ഡിസൈനുകൾക്ക് മാത്രമാണ് ഇതിൽ മാറ്റം വരുന്നത്. ഇതിന്റെ എല്ലാം സ്പെസിഫിക്കേഷൻ ഒക്കെ സെയിം തന്നെയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 350. അടുത്ത ബാഗ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ്, പക്ഷെ ഇതിന്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഇതിന്റെ വാറ് കണ്ടോ, ഒരു എല്ലാ പോലത്തെ ഒരു സാറ്റിന്റെ റിബൺ ഇങ്ങനെ ഇലയുടെ ഷേപ്പിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് ഈ വാറും ഇങ്ങനെ ചുറ്റി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ വാറിന് വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഇത് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നത്. അപ്പോ ഒരു മോഡൽ ഇതാണ്, ഒരു മോഡല് ഇതാണ്, പിന്നത്തത് ഇങ്ങനെയാണ്. ഇങ്ങനെ 3 മോഡലിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 350. അപ്പോൾ ഞാൻ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.